കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, അദ്ദേഹമാണ് ഇപ്പം സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇങ്ങനെ അയച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹം ഇത് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പേര് മറ്റേ അടിച്ചു കയറി വായൊക്കെ പോയി, അതിനുശേഷം ഇദ്ദേഹം വരുന്നു. അപ്പൊ അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. വീട്ടുകാരെയൊക്കെ കാണിച്ചു, വീട്ടുകാര് ഹാപ്പി, പാകപ്പാടെ അദ്ദേഹം ഹാപ്പിയിലാണ്, നമ്മളും സന്തോഷത്തിലാണ്. പക്ഷെ ഇത് കണ്ടുപിടിച്ച ആള് നമ്മൾ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചില്ലല്ലോ. ഇത് മിക്കവാറും എല്ലാ സിനിമയിലും ഇങ്ങനെ വന്ന് കൺവിൻസ് ചെയ്തു പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ച ആളുടെ ബുദ്ധി, കാരണം എല്ലാ സിനിമയിലും ഒരേ തരത്തിലുള്ള ക്യാരക്ടർ അവതരിപ്പിക്കുന്നു, കണ്ടുപിടിച്ച ആളിനെ നമ്മൾ ആദ്യം നമിക്കണം എന്ന് അത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എന്താണ് കൺവിൻസിങ് സ്റ്റാർ? പിന്നെ ചീറ്റിംഗ് സ്റ്റാർ ഉണ്ട്, വിജയകുമാർ. സ്റ്റാർ ഉണ്ട് നമ്മുടെ സന്തോഷ് കീഴാറ്റൂർ. ചെന്നൈ സ്റ്റാർ ഉണ്ട് നമ്മുടെ ഇദ്ദേഹം, പിന്നെ വിനീത് ശ്രീനിവാസൻ. ചെന്നൈ സ്റ്റാർ. പക്ഷെ ഇപ്പൊ സുരേഷ് കൃഷ്ണയാണ് താരം. സോഷ്യൽ മീഡിയ അടക്കി വാഴുകയാണ്. കൃഷി, നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി. പോലീസിനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? ഒരു തോക്ക് കൊടുത്തിട്ട് പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ പോലീസ് ഓടിക്കളയും, വക്കീലിനെയും കൊണ്ടുവരാം. അത് കൃഷി ഒരു സാധാരണ ബാങ്കിലെ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കാരണം പുള്ളി അധോലോക നായകനായി മാറി. അതാണ് കഥ അല്ലേ? ഈ ഒരു പ്രവൃത്തി കാരണം പുള്ളി നായകനായി മാറി, ഏറ്റവും വലിയ പ്രശ്നക്കാരനാക്കി മാറ്റി കൊടുത്തു. അങ്ങനെയാണ് അത്. അതിന്റെ മീൻ ഇഷ്ടംപോലെ വരുന്നുണ്ട്, എപ്പോഴും വരുന്ന ഒരു സാധനമാണത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ട്രോളന്മാരാണ് എടുത്ത് ഇത് കൺവിൻസിംഗ് സ്റ്റാർ ആക്കി മാറ്റിയത്. കരിമാടിക്കുട്ടനകത്തുണ്ട് കൺവിൻസിംഗ് സ്റ്റാറിന്റെ രംഗം. 2001 ഇറങ്ങി വിനയന്റെ പടമാണല്ലോ, അതിലുണ്ട്. ഒരുപാട് സിനിമകൾ, മഞ്ഞു പോലൊരു പെൺകുട്ടി, പിന്നെ ചെസ്, രാമലീല, ഇഷ്ടംപോലെ ചെസ്സിലുണ്ട് രാമലീല. പിന്നെ തുറുപ്പുകുരാനിലുണ്ട്, ഹോട്ടലിൽ സ്വന്തമാക്കാൻ വേണ്ടി സുഹൃത്തിനെ വിളിച്ചു വരുത്തേക്കും കാട്ടിക്കണം. പിന്നെ ഇത് കാര്യസ്ഥലിൽ കൂട്ടുകാരൻ്റെ കൂടെ വിളിച്ചോടാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ട് പിന്നെ കൂടുതൽ പെണ്ണിനെയും തട്ടിക്കളഞ്ഞ് പൈസ അടിച്ചുകൊണ്ടു കളയും. അദ്ദേഹം പറയുന്നത് അന്ന് ഈ തുടർച്ചയായിട്ട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ക്യാരക്ടറിനെ കുറിച്ചൊന്നും ചിന്തയില്ല, വിളിക്കുന്നു, പോകുന്നു, അഭിനയിക്കുന്നു. അപ്പം ഇതിങ്ങനെ ലൊക്കേഷനിൽ പോകണം, ഒരേ പാറ്റേണിലുള്ള കഥാപാത്രങ്ങളാണോ എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല, അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. പിന്നീട് അദ്ദേഹം ഈ വില്ലനിൽ നിന്ന് കോമഡി ട്രാക്കിലേക്ക് മാറിയായിരുന്നല്ലോ, കോമഡി ചെയ്യുന്ന തരത്തിൽ. നമ്മുടെ പിന്നെ ഇതിനകത്ത് ഷെർലക്ക്, അതിനകത്ത് നല്ല രസമാണ് അദ്ദേഹത്തിന്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട് കുഞ്ഞിനെ പേരിടുന്ന സമയത്തൊക്കെ പുള്ളി. അതായത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം ബേസിക്കലി വളരെ പാവം മനുഷ്യനാണ്. കിട്ടുന്ന ക്യാരക്ടറെല്ലാം നേരെ തിരിച്ച ഭയങ്കര തിരിച്ചുള്ള ക്യാരക്ടർ, വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ ചെന്ന് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാല് പുള്ളി നമ്മളോട് വളരെ കാര്യമായിട്ട് സംസാരിക്കും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ആര് ചെന്നിട്ട് ഒരു സെൽഫി എടുത്തോടെ നിന്നാലും കൂടെ നിന്ന് സെൽഫി എടുക്കും. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിലുണ്ട് നായകന്റെ പുറകെ, അല്ല 2 നായകന്മാരാണല്ലോ ഡ്രൈവിംഗ് ലൈസൻസിൽ അതായത് പിന്നെ നരസിംഹത്തിലെ മോഹൻലാലിനെ അനുകരിക്കുന്ന രീതിയിലൊരു രംഗമുണ്ട് ആ സിനിമയ്ക്കകത്ത്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് ആ രംഗം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ചിരി വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനെയാണ് കളിയാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാലും ആ വരുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ല അഭിനയിക്കാൻ നല്ല കഴിവുള്ള ആളാണ്. എല്ലാ ഇതും കൈകാര്യം ചെയ്യാൻ പറ്റും. ഇദ്ദേഹം നിർമ്മാതാവും കൂടിയാണ്. ചേട്ടായിസ് എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. അതിൽ കുറെ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന അറിവ്. ഇങ്ങനെ ഓരോ സ്റ്റാറുകൾ ആക്കി കൊടുക്കുക സോഷ്യൽ മീഡിയ, ഓരോരുത്തരെ പിടിച്ച് ഓരോ സ്റ്റാർ ആക്കുക. വിജയകുമാർ എന്ന് പറയുന്നത് ആദ്യത്തെ വിജയകുമാറിന്റെ ഈ പറഞ്ഞ പോലെ ഒത്തിരി പടങ്ങൾ, പിന്നെ നായകന്റെ കൂടെ നിന്നിട്ട് അവസാന നിമിഷം ചതിക്കുക സ്ഥിരം. നമ്മളെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആ സിനിമയിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തായാലും എന്തെങ്കിലും പണി ഒപ്പിച്ചു കൊടുക്കും. ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരന്റെ റോള്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു പ്രത്യേക ഫിഗറുമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് സ്ഥിരമായി ചീറ്റിംഗ് സ്റ്റാർ ആയി. അങ്ങനെ ചീറ്റിംഗ് സ്റ്റാർ വരുന്നത് തെലുങ്കിലാണ് ഇത് ആദ്യം തുടങ്ങിയത്. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ആളുകളെ പിടിച്ച് ഇങ്ങനെ ഡെത്ത് സ്റ്റാറും ചീറ്റിംഗ് സ്റ്റാറും ഒക്കെ ആക്കി കൊടുക്കുമായിരുന്നു. അതിൽ തെലുങ്ക് സിനിമയിലായിരുന്നു ഇത് വ്യാപകമായിട്ട്. ആളുകൾ അവിടുത്തെ നടന്മാരെയൊക്കെ പിടിച്ച് ഇങ്ങനെ ആക്കി വിടും. ഡെത്ത് സ്റ്റാർ, ചീറ്റിംഗ് സ്റ്റാർ, അങ്ങനെയൊക്കെയുള്ള
കൺവിൻസിങ് സ്റ്റാർ ഒക്കെ അവിടെയുണ്ട്. അവിടെ നിന്നാണ് ഇവിടെ ഈ ട്രോളന്മാർ ഇവിടെ ഇത് എടുത്തിട്ട് അലക്കുന്നത്. അപ്പൊ എന്തൊരു ഇതില് ട്രെൻഡിങ് ആണ്. അദ്ദേഹത്തിന്റെ പിന്നെ സോഷ്യൽ മീഡിയ പോലും തുറക്കാത്ത ആളാണ്. ജോണറ്റൻ പറഞ്ഞ പോലെ ഇൻസ്റ്റയൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഇൻസ്റ്റയൊന്നും തുറക്കില്ലെന്നാണ് ഇപ്പൊ ഒരു അഭിമുഖം ഞാൻ കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും തുറക്കത്തില്ല, ഫേസ്ബുക്കിലൊന്നും തുറക്കത്തില്ല. പിന്നെ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ മൊത്തം നൈറ്റാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരികെ വന്നിട്ട് പകലും മുഴുവൻ കിടന്ന് ഉറങ്ങും. അതിനിടയിൽ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഉണരുമ്പോഴാണ് ഇതുപോലെ ആളുകൾ വാട്സപ്പില് ഈ ലിങ്കുകളെല്ലാം കൂടെ വാരി ഇട്ട് കൊടുക്കുകയാണ് എന്ന് പറയുന്നത്. മറ്റേത് പിന്നെ സുരേഷ് കൃഷ്ണയുടെ പ്രശ്നം സുരേഷ് കൃഷ്ണയല്ല, പിന്നെ ഇത് സന്തോഷ് കീഴാറ്റൂര്. കീഴാറ്റൂരിന്റെ ഒരു പ്രശ്നം, കീഴാറ്റൂർ ഏത് സിനിമയിലും മരിക്കാൻ വേണ്ടി മാത്രം അഭിനയിക്കാൻ വരും. എല്ലാ സിനിമയിലും വരും, പുള്ളി മരിക്കും, പോവും. ഇത് തന്നെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് പുള്ളി ഡെത്ത് സ്റ്റാർ ആക്കിയത്. വിനീത് ശ്രീനിവാസനെ പിന്നെ അറിയാലോ. വിനീത് ശ്രീനിവാസനെ എന്ത് സിനിമ എടുത്താലും അവസാനം ചെന്നൈ പോയി നിൽക്കും, തമിഴ്നാട്ടിന്റെ അറ്റത്തെങ്കിലും ചെന്നിരിക്കും. തമിഴ് പാസമാണ് വിനീത് ശ്രീനിവാസനെ. അങ്ങനെയാണ് കാരണം തമിഴ്നാട്ടിലായിരുന്നല്ലോ അദ്ദേഹം, കുടുംബം അവര് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ ആ തമിഴിന്റെ ആ ഒരു സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ടാകും. അത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ എവിടെ ആയിരുന്നു അത് നമ്മൾ വളരുമ്പോഴും നമ്മുടെ ഉള്ളിൽ അത് കാണുമല്ലോ. അപ്പൊ അത് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ജയറാമിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ചെന്നൈ വിട്ടിട്ട് ഒരു 10 മിനിറ്റ് പോലും കേരളത്തിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. ജയറാമിന്റെ വീട് ഇവിടെ എറണാകുളത്താണല്ലോ. അവിടെ വന്ന് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുമെന്നാ പറയുന്നത്. അവര് ജനിച്ചു വളർന്നത് ചെന്നൈ, കാളിദാസ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാ പുള്ളി പറയുന്നത്. പുള്ളി തമിഴിൽ നല്ല സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, നന്നായി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് എനിക്കൊന്നും നല്ല റോളുകൾ കിട്ടുന്നില്ല. അതോ പുള്ളിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വിളിച്ചാലും വരാൻ താല്പര്യം ഇല്ലാത്തയാണോ? ചിലർക്ക് വിളിച്ചാലും വരാൻ താല്പര്യമില്ലല്ലോ. വരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ഇനി മലയാള സിനിമയിലോട്ട് ഒന്ന് എത്തി നോക്കാനേ വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല, ഹേമ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രശ്നങ്ങൾ. ഇവിടെ വന്നെങ്കിൽ ഞാനിവിടെ ഒന്ന് കുഴപ്പത്തിൽ പണ്ടോന്ന് ആരെങ്കിലും വന്ന് പേര് വിളിച്ചു പറഞ്ഞാൽ തീർന്നില്ലേ? ആരെങ്കിലും വന്ന് ഒരു സിനിമ അഭിനയിച്ച് പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു യുവനടി പറയുന്നു ഒരു ആരോപണം വിളിച്ചു പറഞ്ഞ്, അദ്ദേഹം ഇതുവരെ ഒരു ആരോപണം കേൾക്കാത്ത ആളാണ്. ഒരു ആരോപണം ഇതുവരെ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ ഇങ്ങനെ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. എന്നാലും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മാത്രം, അത് ഞാനും ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒത്തിരി പടങ്ങളിൽ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന സാധനം അത് ഉണ്ടായിരുന്നു. അല്ലെ, ആ ഡയലോഗ് അല്ലേ രസം. പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കി, തോക്ക് പിടിച്ചോണ്ട് എന്നിട്ട് പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കി തോക്കെടുത്ത അദ്ദേഹത്തിന്റെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് തുറപ്പുകുലാനകത്ത് ഭയങ്കര രസമാണ്. ആലോചിച്ചു കൂട്ടുകാരനെ വിളിച്ചു വരുന്നു, അവരെ കാര്യങ്ങളെ വിളിച്ചു വരുത്ത എന്നിട്ട് തട്ടിക്കളയുക ഇങ്ങനെയൊക്കെയുള്ള. പക്ഷേ നമ്മൾ ഈ അങ്ങനെ പുള്ളിയെ കാണുമ്പോഴേ അങ്ങനെ ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ബേസിക്കലി അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. 1990 മുതൽ അദ്ദേഹം ഇൻഡസ്ട്രിയിലുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിലേ ഉണ്ട്. അദ്ദേഹം ഈ ദൂരദർശന സീരിയലുകളിലായിരുന്നു, സീരിയൽ രംഗത്തായിരുന്നു. ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ഈ സിനിമയിലേക്ക് വന്ന ശേഷം അദ്ദേഹം സീരിയലിൽ പോയി അഭിനയിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം സീരിയൽ അങ്ങനെ വിട്ടില്ല. പിന്നീട് അദ്ദേഹം പൂർണ്ണമായിട്ട് സിനിമയിലേക്ക് വന്നതാണ്. സിനിമ അദ്ദേഹത്തിനെ എപ്പോഴും ആ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തായാലും നമുക്കും അത് മനസ്സിലായി. ഈ സുരേഷ് കൃഷ്ണ പഴശ്ശിരാജയിലുണ്ട്. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത്തരം വില്ലൻ വേഷങ്ങൾ ചെയ്യേണ്ട ഒരാളല്ല. ഇതിന് കുറച്ചുകൂടെ അഭിനയ സാധ്യതകളുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് സുരേഷ് കൃഷ്ണ. ഈ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അത് എനിക്കൊന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല. രമേശ് പിഷാരടി സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ചിത്രമാണ്. അതിനകത്ത് ഇദ്ദേഹം ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട ആ ട്രൂപ്പിലെ പ്രധാനപ്പെട്ട ഗായകനാണ്. ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഗായകൻ. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. ആരും ഡ്രസ്സിൽ തൊടുന്ന ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. ആരുമായി അധികം മിണ്ടത്തില്ല, അങ്ങനെ ഒരു കഥാപാത്രമാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയായിട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല, ആരുമായും വലിയ അടുപ്പമില്ല. മനസ്സിലൊക്കെ പിടിച്ചിങ്ങനെ, കാരണം ആ ട്രൂപ്പിലെ പ്രധാന ഗായകനാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രധാനപ്പെട്ട ആളായിട്ട്, അത്രയും കാശൊക്കെ മുടങ്ങി. അപ്പൊ ഒരു സ്റ്റണ്ട് സീൻ വരുമ്പോ മമ്മൂട്ടിയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരാൾ വന്ന് ഒറ്റ ചവിട്ടുമ്പോ ഇയാളാണ് ചവിട്ടുന്നത്. ഇയാൾ വന്ന് ചവിട്ടിയിട്ട് പറയും, ഞാൻ എത്ര വർഷം സെൻട്രൽ ജയിലിലായിരുന്നടാ, അവിടുന്ന് ഞാൻ ഇറങ്ങി വന്ന് ഈ വെള്ളയൊക്കെ ഇട്ടേന്ന്. അപ്പൊ അവിടെയും ഈ കൺവിൻസ് സ്റ്റാറിന്റെ ഒരു സാധനം എലമെന്റ് അവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ
വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ആളാണ്. ഇത് എഴുതുന്നവര് ഒരു നടനെ ഉദ്ദേശിച്ചങ്ങ് എഴുതും. എഴുതി വരുമ്പോ ഇദ്ദേഹത്തിന്റെ മുഖം ഓർമ്മ വരും. എഴുതി വരുമ്പോഴത്തേക്ക് നമ്മൾ തിരക്കഥ ആദ്യം എഴുതുന്നതിന് മുമ്പേ നമുക്ക് ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, പ്ലോട്ട് തയ്യാറാക്കും. പിന്നെയാണ് എന്താ പറയാ ഒരു തിരക്കഥ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എഴുതി പിന്നീട് തിരുത്തിയാണ് നമ്മളത് റെഡിയാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ തിരുത്തുന്നതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയലോഗ് ആയിരിക്കും തിരുത്തുന്നത്. അപ്പൊ നമുക്ക് ഒരാളുടെ എന്താ പറയാ അയാൾ പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അപ്പൊ ആ ഡയലോഗിനെ അങ്ങനെ തിരുത്തും. അയാളുടെ മാനസവും അത് ഇതിനകത്ത് കയറി വരും. അങ്ങനെ എഴുതുന്നവരുടെ ഒരു ഇതാണ്, എഴുതിയാക്കുന്നതാണ്. ശരി.